നാളെ നടത്തുന്ന അയ്യപ്പ ഭക്തജന സംരക്ഷണ സംഗമം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനം പിടിക്കാൻ പോകുന്നതാണ്. കാരണം ഈ പറയുന്ന മാർക്സിസ്റ്റ് ആശയങ്ങളുടെ കാപട്യവും പൊള്ളത്തരവും മാർക്സിസ്റ്റ് നേതാക്കന്മാർ നടത്തുന്ന ജനവഞ്ചനയും അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ ഇന്നലത്തെ ആ പരിപാടി കൊണ്ട് തന്നെ ഏതാണ്ട് ജനങ്ങൾക്കത് മനസ്സിലായി. നാളെയോടുകൂടി അത് പൂർണ്ണമാകാൻ പോവുകയാണ്. കേരളത്തിൽ ഒരു വലിയ വിചാര വിപ്ലവം തന്നെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ കേളിക്കൊട്ടാണ് നാളെ നടക്കാൻ പോകുന്ന ഭക്തജന സംഗമം അല്ലെങ്കിൽ ശബരിമല സംരക്ഷണ സംഘം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടിയത് എന്ന് ജനങ്ങൾ കണ്ടതാണ്, ജനത്തിലൂടെ കണ്ടതാണ്. തീർച്ചയായും ജനം ടി വിയെ സംബന്ധിച്ചും വലിയൊരു ദൗത്യമാണ് ജനം ടി വി നിർവഹിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പോലെയുള്ള ആളുകളാണ് ഞങ്ങളെ അന്നത്തെ മാർഗനിർദ്ദേശം നൽകിയത്. തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ഇതിൽ ഏറ്റവും വലിയ ഒന്നാമത് ഹിന്ദു സമൂഹം കടപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഒന്ന് ജനം ടി വിയാണ്. കാരണം ജനം ടി വിയാണ് ഒരുപക്ഷെ ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു സംഘടന നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചത്. ഭക്തർക്കൊപ്പം എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനോട് കൂടി തൻ്റെ ഇടത്തോടെ ഒരൊത്തുതീർപ്പും ഇല്ലാതെ വളരെയേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. നിങ്ങളുടെ അല്ല, നമ്മുടെ ജനം ടി വിയുടെ ചെറുപ്പക്കാരായിട്ടുള്ള ലേഖകർ അരുണൊക്കെ അടക്കമുള്ള ആൾക്കാർ, ശ്യാമും അല്ലെങ്കിൽ അന്ന് ഉമേഷ്, അരുൺ, അഭിലാഷ്, ഗൗതം, ഇവരൊക്കെ ആ ശബരിമലയിലെ കാട്ടിലും മെട്ടിലും, കാരണം അവരെയും പോലീസ് തേടുമായിരുന്നു. പോലീസ് പിടിക്കാനോ ഉപദ്രവിക്കാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മുന്നിൽ പൊരുതി നിന്നു. അവസാനം ഞാൻ കണ്ടു നമ്മുടെ ഉമേഷിനെ അവിടെയുള്ള തമിഴ്നാട്ടിലെ ആന്ധ്രയിലെയും ഭക്തന്മാർ തോളിലെടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. കാരണം ആ അവസാനത്തെ പോരാട്ടം വിജയിച്ചു കഴിഞ്ഞപ്പോൾ അതിലെടുത്തൊരു നിലപാട് അത് അങ്ങേയറ്റം ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. ഇവിടുത്തെ ഹിന്ദുക്കളുടെ കണ്ണു തുറപ്പിച്ച ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ ജനത്തിൻ്റെ പേര് ഈ ചരിത്രത്തിൽ കാലത്തിൻ്റെ ഈ മണൽത്തീരത്ത് ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധത്തിൽ എഴുതപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ ജനം ടി വിയുടെ മൊത്തം സമിതിക്ക്, മൊത്തം മാനേജ്മെൻറ്റിന്, അതിന് പിന്തുണ കൊടുത്ത മാനേജ്മെൻറ്റിന്, ആ കാര്യം സധൈര്യം ചെയ്ത റിപ്പോർട്ടർമാർക്ക് അഭിനന്ദനത്തോടൊപ്പം വലിയൊരു പ്രണാമം, നമസ്കാരം കൂടി ഈ അവസരത്തിൽ തരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം.